ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ പാതയിൽ നടക്കുന്ന ഒരു ഭക്തന് ജീവിതത്തിൻ്റെ സകല മേഖലകളെയും ദൈവമാണ് കൺട്രോൾ ചെയ്യുന്നത്. അവൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളുടെയും പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ വഴികളെ ദൈവം നിയന്ത്രിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രാവിലെ സമയം ദൈവാത്മാവ് പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോബ് കടന്നുപോയ പാതകൾ, കഷ്ടകാലം അവനെ തകർത്ത് കളഞ്ഞു എന്ന് സ്നേഹിതന്മാരും മറ്റുള്ളവരും വിചാരിച്ചു. എന്നാൽ യഹോവയോ അവനെ തകർക്കുകയല്ലായിരുന്നു, അവനിൽ കൂടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. അല്പകാലം കഴിഞ്ഞപ്പോൾ തന്നെ നിന്ദിച്ച, തന്നെക്കുറിച്ച് തകർന്നു എന്ന് പറഞ്ഞ സ്നേഹിതന്മാരുടെ ഹൃദയങ്ങൾക്ക്, അവരുടെ വിചാരങ്ങൾക്കും മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തുമാറ് ദൈവം യോബിനെ ഏറ്റവും ഉയർത്തി. തനിക്കുണ്ടായിരുന്നതെല്ലാം താൻ ഇരട്ടിയായി കൊടുത്ത് മാനിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. രാവിലെ സമയം ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ കഷ്ടത, ഈ പ്രതികൂലം, ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന നിരാശജനകമായ അനുഭവം പ്രിയപ്പെട്ടവരെ നന്മയിലേക്കുള്ള വഴിയാത്രയാണ്. നമ്മുടെ യാത്രാമധ്യേ സംഭവിക്കുന്ന ഒരു ചെറിയ അനുഭവമാണ്. ഇതല്ല എന്നേക്കുമുള്ള ജീവിതാനുഭവം. ദൈവം നമ്മെ ഒരു പന്ഥാവിലേക്ക് കൊണ്ടെത്തിക്കുക, മനോഹരമായ, ശ്രേഷ്ഠകരമായ, സന്തോഷകരമായ, സമാധാനപൂർവമായ ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നുണ്ടാകുന്ന കഷ്ടതയെ കണ്ടിട്ട് ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ദൈവം ഉദ്ദേശങ്ങളെ കൂടാതെ ഒന്നും ചെയ്യുന്നില്ല. അവൻ ചെയ്യുന്നതൊക്കെയും നന്മയ്ക്കായി തന്നെ. പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. യോബ് പറയുന്നു, യഹോവേ, അങ്ങയ്ക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നാവിൽ നിന്ന് പുറപ്പെട്ട ഈ വാക്കുപോലെ തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിനിടയായി തീർന്നു. രാവിലെ സമയം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ മേലും ആ ദൈവകൃപ വെളിപ്പെടും. ആകയാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ദൈവവചനം രാവിലെ സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.